ഓക്കെ ഖദീജ മാഡം, വെൽക്കം ടു RK മോർണിംഗ് മീറ്റ്. ഖദീജ മാഡം ഒന്ന് പരിചയപ്പെടുത്തൂ, നിങ്ങളുടെ പേര്, സ്ഥലം, ഈ ബിസിനസ്സിലേക്ക് എങ്ങനെ എത്തി, ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുൻപ് എന്തായിരുന്നു, ആരായിരുന്നു എന്നുള്ള കാര്യം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഞാൻ മീറ്റാക്കാൻ പ്രയാസം ഉണ്ടാവില്ലേ? കുഴപ്പമില്ല, എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞല്ലോ. നല്ലൊരു എന്താ പെരുമഴ പെയ്തിറങ്ങിയ പോലെ കിട്ടിയില്ലേ? അത് വളരെ സന്തോഷം. കാരണം ഇത്രയും ജനങ്ങള് ഇത്രയും ആളുകൾ നമ്മുടെ ടീമിൽ നിന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു, ഭയങ്കര സന്തോഷമാണ് അല്ലേ? ഈ മാർക്കറ്റിലെ പ്രത്യേകത ഡിജിറ്റലായിട്ട് ഇത്രയും അധികം ആളുകൾ ഗുഡ് മോർണിംഗ് അതുപോലെ തന്നെ എല്ലാവരും കാണുന്ന സമയത്ത് എന്താ പറയുക, പ്രൗഡാണ്. പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള ലേഡിക്കൊക്കെ കേൾക്കുമ്പോഴും അതുപോലെ കാണുമ്പോൾ ഞാൻ ഇതിലൊരു അംഗമാണെന്ന് തോന്നുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ഖദീജ. പുതിയ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, എന്നെ പഴയ ആളുകൾക്കൊക്കെ അറിയാം. ഖദീജ എന്റെ സ്വദേശം നടക്കുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലടുത്ത് ഒതുക്കുന്ന ഒരു ഉൾഗ്രാമത്തിലാണ്. അവിടുന്ന് പോയിട്ട് ഉൾഗ്രാമത്തിലാണ്. ഏതായാലും ഞാൻ ഇതിലേക്ക് വരാനുണ്ടായ ഒരു കാരണം ചുരുങ്ങിയ ഇതിൽ പറയാം. ഈ നമ്മളെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഇപ്പോൾ തൈറോയ്ഡ് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് അങ്ങനെ ഞാനിത് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഐപ്പസ് പ്രോഡക്റ്റ് ഉപയോഗിച്ച് നല്ല മാറ്റം കണ്ടാണ്. ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ നല്ല മാറ്റം ഉണ്ടാവുന്ന പരിചയപ്പെടുത്തിയ വ്യക്തി ചെറിയ എന്താണ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കേട്ട് നോക്കാൻ അങ്ങനെ നാജി ഒരാളായിട്ട് പരിചയപ്പെടുത്തിയിരുന്നു. അത് കാരണം ഞാൻ പോയി കേട്ട് മനസ്സിലാക്കി ഞാൻ മകളോട് പറഞ്ഞതൊന്നും ഒന്ന് നോക്കാം, നമുക്ക് ശ്രദ്ധിച്ചാൽ നോക്കാൻ പറ്റുമല്ലോ. അവള് സെർച്ച് ചെയ്തു, കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ലീഡർമാർ പറഞ്ഞു കൊടുത്ത് ആ രീതിയിൽ ഞങ്ങൾ കേട്ട് മനസ്സിലാക്കിയപ്പോൾ ധൈര്യമായിട്ട് കഴിച്ചോളും. ആശുപത്രിയിലുള്ള പ്രോഡക്റ്റ് ആണ്, നമുക്ക് വേറെ ഒന്നും അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല, ധൈര്യമായിട്ട് കഴിച്ചോളും. ഒരു 4.5 വർഷം മുമ്പ്, 5 വർഷത്തോളമായി. അപ്പോൾ അന്ന് ഈ ഒരു നമ്മൾ ഐക്കോസ് ഒന്നും കേൾക്കാത്ത ഒരു സമയത്താണ്, എവിടെയെങ്കിലൊക്കെ ഉള്ളൂ, അങ്ങനെ അത്ര കേൾക്കാത്തത്. അപ്പോൾ അത് സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാകും നമ്മളെ വൈബ്രന്റ് എന്താണല്ലേ. അപ്പൊ എല്ലാ കാര്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള അപ്പൊ ഇതിനെപ്പറ്റി മനസ്സിലാക്കി ആശുപത്രികളെ പറ്റി നിങ്ങൾ കഴിക്കാൻ തന്നാൽ ഞാൻ കഴിച്ച് എനിക്ക് എന്റെ മാറ്റം കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കുഴപ്പമില്ല, നല്ല രീതിയിൽ കാണാൻ പറ്റിയല്ലോ, നല്ല രീതിയിൽ ഞാൻ പോകുന്നുണ്ടല്ലോ. ആ രീതിക്ക് പോകുന്നുണ്ടല്ലോ കാണാൻ പറ്റില്ല. പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് തൈറോയ്ഡും പ്രഷറും വലിയൊരു ഓപ്പറേഷൻ ഇരിക്കണം, ഗർഭത്തിൽ മുഴ ആയിട്ട് കിടക്കണം. അതിൽ വീട്ടിലേക്ക് ആളുകൾ വേണ്ടത്. കാരണം എന്താ അറിയാമോ, ഞാൻ മുമ്പ് മെമ്പറായിരുന്നു. അപ്പോൾ മെമ്പറായ സമയത്ത് എനിക്ക് പോകാൻ പറ്റി. പിന്നെ വയ്യാതായി, ഡോക്ടർ പറഞ്ഞോ എങ്ങനെ ആയാലും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അപ്പൊ എനിക്ക് ഫീൽഡിൽ ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ മെമ്പർ സ്ഥാനത്ത് വീണ്ടും ഞാൻ നിന്നിട്ടില്ലായിരുന്നു. എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് വയ്യ, ഫീൽഡിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അങ്ങനെ നിർത്തുമായിരുന്നു. വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങാൻ പ്രയാസമായിരുന്നു. വീട്ടിൽ നിന്ന് വീണ്ടും ഇറങ്ങണ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ആളുകൾ കാണാനും അതുപോലെ അവരെ സംസാരിക്കാനും ഒക്കെ പറ്റി. വീണ്ടും പഞ്ചായത്തിലേക്കൊക്കെ പോലെ തുടങ്ങി. അപ്പോഴാണ് ആളുകൾ ചോദിക്കുക, എന്താണ് നീ കഴിക്കുന്നത്, എന്താണ് നീ ചെയ്യുന്നത്, ഈ പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ആ രീതിയിൽ ചോദിച്ചപ്പോൾ ഞങ്ങൾ എനിക്ക് അറിയില്ല, പക്ഷെ തുടക്കക്കാരില്ല. ഏതായാലും ഞാനൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, അത് മാറ്റം ഉണ്ടാകും, എനിക്കല്ല മാറ്റമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകുമെന്നൊന്നും അറിയില്ല. നിങ്ങളുടെ ഫോൺ നമ്പർ ഞാൻ കൊടുക്കുക, അവരോട് എല്ലാ കാര്യം തുറന്ന് പറഞ്ഞുകൊണ്ട് പറയും. ഞാൻ ഫോൺ നമ്പർ വാങ്ങിക്കൊണ്ടുവരും, മകൾക്ക് കൊടുക്കും, മകൾ ലീഡേഴ്സിന് കൊടുക്കും, അങ്ങനെ സംസാരിക്കും. അവർക്കും പ്രൊഡക്റ്റ് ഒരുപാട് പോലുണ്ടായി. അങ്ങനെ അവരും വീട്ടിലേക്ക് വീണ്ടും വാങ്ങണമെന്ന് പറഞ്ഞു വരും. ഞാൻ അപ്പോഴാണ് ചിന്തിച്ചത്, എനിക്ക് മാത്രമല്ല ഇത് ഒരുപാട് ആളുകൾക്ക് ആരോഗ്യം എത്തിച്ചേർക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ് അപ്പോഴാണ് മനസ്സിലായത് ഞാൻ എന്റെ രോഗം എന്റേത് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി ഉപകാരം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ന് കരുതി ഞാൻ വീണ്ടും പ്രോഡക്റ്റൊക്കെ നല്ല ധാരാളം കൊണ്ടു തുടങ്ങി. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഡീലേഴ്സ് കൊടുക്കും. വീണ്ടും ഞാൻ ഇതിനെ പറ്റി പഠിച്ചു തുടങ്ങി. എനിക്ക് മനസ്സിലായി ഇത് എന്തുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിന്റെ ഇത് കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് ഓരോ രോഗങ്ങൾ വരുന്നൊക്കെ മനസ്സിലായി. ഓരോ ട്രെയിനിങ് നമുക്ക് എടുക്കുന്നുണ്ടാവും അല്ലേ, അതുപോലെ വീക്കിൽ നമുക്കുണ്ടാവും. ആ ട്രെയിനിങ്ങിലൂടെ എനിക്ക് മനസ്സിലായി കാരണം ഇന്ന് എങ്ങനെ നമ്മൾ ജീവിക്കുന്നത്, പണ്ടുള്ളവർ എങ്ങനെ ജീവിക്കുന്നത് ഒക്കെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ വരാനുണ്ടായ കാരണങ്ങൾ അതുപോലെ നമ്മളുടെ ജീവിതശൈലി കൊണ്ട് തന്നെയാണ് നമുക്ക് ഒരാശ്രമം വരുന്നത്. കാരണം നമുക്ക് അല്ലാതെ നിർവാഹമില്ല. ഓക്കെ, ആ രീതിയിലായിരുന്നു ഞാൻ ബിസിനസ്സിലേക്ക് വരാനുണ്ടായ കാരണം. ഇത് പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഒരുപാട് ആളുകൾ പിന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുമാനം കിട്ടുന്ന കണ്ടപ്പോഴാണ്. ബിസിനസ് ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ നല്ല മാറ്റമുണ്ട്. അപ്പോൾ പിന്നെ വീണ്ടും ആ ഓരോ വീക്കിലും വരുമാനം കണ്ടപ്പോൾ ഞാൻ മകളോട് പറഞ്ഞു, എൻ്റെ പിന്നെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്നുണ്ടല്ലോ, ഇതെങ്ങനെ? അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങൾ കൊണ്ടുവരുന്ന ഫോൺ നമ്പറിലൂടെ അവരോട് സംസാരിച്ച് ഓരോ പ്രൊഡക്റ്റ് പോകുമ്പോൾ നിങ്ങൾക്ക് 500 രൂപ നിങ്ങളെ അക്കൗണ്ടിലേക്ക് വരും. കാരണം നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ എടുക്കാമെന്ന് വിചാരിച്ച് എനിക്ക് പിന്നെ ഞാൻ ഡിസ്കൗണ്ടിൽ പിന്നെ കഴിക്കാന്ന് വിചാരിച്ചാണ് ഡിസ്കൗണ്ടിൽ കിട്ടുന്നില്ല വിചാരിച്ചിട്ട് ഞാൻ പോറ്റിട്ടായിരുന്നു. അങ്ങനെ ഐഡിയ എനിക്കുണ്ടായിരുന്നു. ആ രീതിയിൽ അതിലൂടെയാണ് ഇത് ഓരോന്നും പോകുന്നത് പറഞ്ഞപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. തിരക്കുകളിലല്ലോ ഓരോ വീക്കിൽ 6000 രൂപ 7000 രൂപ എന്ന രീതിയിൽ കിട്ടുന്ന സമയത്തായപ്പോൾ എനിക്ക് അതിശയമായിരുന്നു. വീക്കിലാണ് കിട്ടുന്നത്. മെമ്പറായ സമയത്ത് മെമ്പറാകുമല്ല, ഏതൊരു ശമ്പളക്കാരനാണെങ്കിലും മാസത്തിലല്ലേ കിട്ടുള്ളൂ. വീക്കിൽ വരുമാനം ഉണ്ടെന്ന് അന്നാണ് ഞാൻ ഇങ്ങനെയൊക്കെ കിട്ടുന്ന ബിസിനസ്സൊക്കെ ഉണ്ടെന്ന് അതിശയത്തോടെ ഞാൻ നോക്കുന്നത്.
അപ്പൊ എന്നോട് നാളെ ചോദിച്ചു ബിസിനസ്സിലേക്ക് വരാൻ പറ്റുമോ, നിങ്ങൾക്ക് നല്ല കാര്യം നല്ല തുടങ്ങാല്ലേ നമുക്ക്. അത് എനിക്കൊന്നും അറിയില്ലല്ലോ, എന്താ അറിയാ. അല്ലെങ്കിൽ ഇപ്പോ അന്ന് 48 49 വയസ്സാണ്, ഇന്നിപ്പോ 53 വയസ്സായി, 53ാമത്തെ വയസ്സാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഇനി എന്ത് എനിക്ക് ബിസിനസ് ഒക്കെ എന്താ അറിയോ, ഒന്നും അറിയില്ല. അപ്പൊ ഇതിനെ പറ്റി അറിഞ്ഞു വേണ്ട, നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പോ വയസ്സ് പറഞ്ഞു 53ആണെന്നുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോ ഡിജിറ്റൽ ആയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അതും 2 ഡിവൈസിലാണ്. ഈ 2 ഡിവൈസിൽ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം റിസ്ക് ആണ്. എന്നെ സംബന്ധിച്ച് വളരെ റിസ്ക് ആണ്. കാരണം അവിടെ മ്യൂട്ട് ഇവിടെ മ്യൂട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരും. ഇത്രത്തോളം 53ാമത്തെ വയസ്സിലും ഇത്രത്തോളം ടെക്നോളജിക്കലി നിങ്ങൾ ഇമ്പ്രൂവ് ആയി. ഇപ്പൊ ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നു മാക്ബുക്ക് ആണ്, പിന്നെ ഐഫോൺ ആണ്. ഈ ഒരു ലെവലിലേക്ക് മാറി ഒരു വെറും സാധാരണക്കാരിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ ലെവലിലേക്ക് മാറാൻ പറ്റുമെന്ന് തെളിയിച്ച ഒരു വ്യക്തിയാണ് ഇൻഡസ്ട്രിയിലൂടെ. നിങ്ങളുടെ തുടക്ക സമയത്ത് എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തത്? ഇന്ന് എമറാൾഡ് എക്സിക്യൂട്ടീവ് ആണ്. ഇന്ന് കാണുമ്പോൾ എല്ലാവിധ സുഖ സൗഭാഗ്യങ്ങളും ജീവിതത്തിലുണ്ട്. ഇതിന്റെ ഒരു തുടക്ക സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? എന്തൊക്കെയാണ് നിങ്ങൾ നേരിട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളികൾ? ഓക്കെ, തുടക്ക സമയത്ത് പറയും എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഒന്നും പറയാൻ ഒരു നാടൻ ലേഡി, മെമ്പർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ കല്യാണം കഴിഞ്ഞ പ്രോഗ്രാമത്തിൽ നാടൻ സംസാരം കാര്യമൊക്കെ ഞാൻ അതിലൂടെ ഇറക്കിച്ചത്. എൻ്റെ വീട് മലപ്പുറം കൂടെ വടക്കേ മണ്ണായിരുന്നു. എന്നെ കല്യാണം ഇവിടെ പ്രോഗ്രാമിട്ടായിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് സെൽസി പഠിച്ചിരുന്ന ആ സമയത്താണ് കല്യാണം കഴിഞ്ഞ്, പഠിച്ചു കഴിഞ്ഞ് കണ്ട സമയത്താണ് കല്യാണം കഴിഞ്ഞത്. പക്ഷെ കെട്ടിക്കൊണ്ടുവന്ന വീട്ടിൽ വെറും ഉൾഗ്രാമമായിരുന്നു. അപ്പോൾ അതിനോട് ഞാൻ ഇണങ്ങി ചേർന്നു. അങ്ങനെ ആ സമയത്താണ് ഞാൻ ഓരോ കാര്യങ്ങളും മക്കൾക്ക് വേറെ താമസ സമയത്ത്. അപ്പോ കുറെ ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഈ ഒരു ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, അത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എതിർപ്പുകളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ജീവിതത്തിൽ ഒരുപാട് അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ, അച്ചീവ്മെന്റുകൾ? അത് കേൾക്കാൻ നമ്മൾ ബിസിനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞാലും അച്ചീവ്മെന്റുകളാണ് ആ ബുദ്ധിമുട്ടുകളെ എപ്പോഴും എന്ത് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വിവയിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള അച്ചീവ്മെന്റുകൾ എന്തൊക്കെയാണ്? എനിക്ക് പറയാൻ എനിക്ക് ഫോണിലൂടെ തുടങ്ങാം. ഒരു ഫോൺ ഗൾഫായിരുന്നു ഹസ്ബൻഡ്. 28 വർഷം ഗൾഫിൽ നിന്ന വ്യക്തിയായിരുന്നു. അത് മക്കളെ കല്യാണങ്ങളും കടങ്ങളും ഒക്കെ കൂടെ ഞാൻ നാട്ടിലേക്ക് വന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാലോ, നാട്ടിലേക്ക് ആകുമ്പോൾ നിൽക്കുമ്പോൾ നീ കഴിയില്ലെന്ന് ചിന്തിച്ച് നാട്ടിൽ എന്തെങ്കിലും ചെയ്യാന്ന് പൈസ ഉണ്ടാവില്ല, രോഗങ്ങളായിരിക്കും. ആ സ്ഥാനത്ത് ഞാൻ പിന്നെ ഇതിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഫോൺ, അതിന് മുമ്പ് ഫോൺ കൊണ്ടു, ടച്ച് ഫോൺ ആയിരുന്നു കൊണ്ടുവന്നിരുന്നത്. പക്ഷെ എനിക്ക് സംസാരിക്കാൻ പോലും ശരിക്കും അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. അറിഞ്ഞാലും ഞാൻ അഥവാ ഫോൺ എടുക്കുകയെന്ന് വെച്ചെങ്കിൽ എവിടേക്കും പോകണം വെച്ചാൽ ഞാൻ ഫോൺ എടുക്കില്ല, സംസാരിക്കാൻ മതിയായിരുന്നു. അങ്ങനത്തെ വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ എടുത്താൽ തന്നെ ആ ഫോൺ ഞാൻ എങ്ങോട്ടെങ്കിലും വന്ന് മാറി നിന്ന് സംസാരിക്കുമായിരുന്നുള്ളൂ. അത്രയ്ക്കും മടിയായിരുന്നു. പിന്നെ അത് ടച്ച് ചെയ്യില്ല എങ്ങനെ ഇതുപോലെ എനിക്കറിയാം, ശരിക്കും അറിയില്ലായിരുന്നു. ഒക്കെ ഇതേമാതിരി പരിക്കുട്ടിയും മക്കളൊക്കെ പഠിപ്പിച്ചു തന്നിട്ട് കുറച്ചൊക്കെ അറിയുള്ളൂ. പിന്നെ ആൻഡ്രോയിഡ് ഫോണാണ് പിന്നെ അങ്ങനെ ഞാൻ ഉപയോഗിച്ചത്. ആ ഒരു സ്ഥാനത്ത് ഫോൺ ഇതിലേക്ക് വന്നപ്പോൾ ഞാൻ ഫോണ് ഹസ്ബൻഡിന് വാങ്ങി. ഹസ്ബൻഡ് എനിക്ക് കൊണ്ടു നോക്കിയായിരുന്നു. പക്ഷെ ഞാൻ തന്നെ ഹസ്ബൻഡിന് വാങ്ങി കൊടുത്തു, മോന് വാങ്ങിക്കൊടുത്തു. അതുപോലത്തെ ഞാൻ ഐഫോൺ വാങ്ങി. ഇതൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റി തുടക്കത്തിൽ തന്നെ. തുടക്കത്തിലാണ് അത് കുറച്ചൊരു പുകളായപ്പോൾ തന്നെ ഞാൻ ഐഫോൺ വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് അത്ഭുതമായിരുന്നു. കാരണം ഇതിനു മുമ്പ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലായിരുന്നു. അത്ഭുതപ്പെട്ടു ഞാൻ. കാരണം ഇത് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ആർക്കും ചെയ്തെടുക്കാൻ പറ്റും, ചെയ്യും, പറഞ്ഞെടുക്കാനും പറ്റും. അത് ഈ തുടക്കം വന്നു. പിന്നെ അതുപോലെ തന്നെ രാത്രി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഭയങ്കര, ഞാൻ എപ്പോഴും എക്സ്പീരിയൻസ് പറഞ്ഞ മേത്തിൽ പറഞ്ഞ ചെറിയ കമ്പ്യൂട്ടർ വീട്ടിലുണ്ടായിരുന്നു. ഹസ്ബൻഡ് കുട്ടികൾക്ക് പഠിക്കാൻ അങ്ങനെ വാങ്ങി തന്നതായിരുന്നു. ആ കമ്പ്യൂട്ടർ പോലും കേടുവരുത്തിയ വ്യക്തി. കാരണം കുട്ടികളെ നമ്മൾ കളിയാക്കില്ല. ആ സ്ഥാനത്ത് ഞാനാണ് കേടുവരുത്തിട്ടുണ്ട്. കാരണം എനിക്കെന്താ എന്തിനെ വിളിക്കാണ്ട് എനിക്ക് പഠിക്കാനൊരു തോന്നലായിരുന്നു. അപ്പൊ ഞാൻ ആ മോശം വിളിച്ചാൽ ഇവരില്ലാത്ത സമയത്ത് ഞാൻ ആ മോശത്തെ അങ്ങോട്ട് കൊണ്ടാക്കി. അത് നാശം ഞാൻ പറഞ്ഞു, മക്കളെ ഇത് കേറുന്നു എനിക്കറിയില്ല. നിങ്ങൾ കമ്പ്യൂട്ടർ എവിടെയെങ്കിലും പോയി നിങ്ങൾ വെക്കല് വെറുതെ ആയി പോലെ പഠിക്കേണ്ടതൊന്നും ഇല്ലാതാവില്ല ഇറങ്ങാൻ. എനിക്ക് പിന്നെ അത് നന്നാക്കി കൊണ്ടുവന്നപ്പോൾ അതുപോലെ നന്നാക്കണമെങ്കിൽ ഈ പറഞ്ഞ ഉത്തരവാദിത്തം എനിക്കല്ലേ വരാം, ഹസ്ബൻഡ് ഇല്ലല്ലോ. അപ്പൊ നല്ല പൈസ ഇല്ല. അതിന് എനിക്ക് കമ്പ്യൂട്ടർ പോലും തൊടാൻ പോലെയായിരുന്നു. എനിക്ക് കഴിയില്ലാന്ന് തോന്നലായിരുന്നു. ആ സ്ഥാനത്ത് ഞാൻ എനിക്കിന്നിപ്പോ ഉപയോഗിക്കുന്ന ആ മാക്ബുക്കാണ്. അത് എനിക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. കാരണം ആ ഒരു മാക്ബുക്ക് വാങ്ങിയ എല്ലാവർക്കും അറിയാലോ എത്ര ആകുന്നുള്ളൂ അല്ലേ. ഒരു ലക്ഷത്തിന്റെ അടുപ്പിച്ച മാക്ബുക്ക്, അങ്ങനെ ഒരു ഫോണിന് 1 ലക്ഷത്തിന് അടുപ്പിച്ചാൽ. ഇതൊക്കെ ഈ ഒരു വിവയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് വരുമാനം കിട്ടിയത് വാങ്ങിയതൊക്കെ. അപ്പൊ അത് ഉപയോഗിക്കാനും പറ്റും. അപ്പൊ ഓരോ ദിവസം നമുക്ക് കേൾക്കുന്ന നമുക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ തന്നെ ഐഡിയ എടുക്കുന്ന കാര്യങ്ങള്, അതുപോലെ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ ഇതിലൂടെ വന്നിട്ടാണ് ട്രെയിനിങ്ങിലൂടെ ലീഡേഴ്സ് പഠിപ്പിച്ചത്. ലീഡറാണ് പഠിപ്പിച്ചതൊക്കെ. അതുപോലെ തന്നെ മകള് ലീഡറാണ്.
അപ്പൊ അവളെയൊക്കെ കൂടി പഠിപ്പിച്ചെന്ന് പഠിച്ചാൽ എനിക്ക് പഠിക്കാനും തയ്യാറായിരുന്നു. പഠിക്കണ സമയത്ത് ഭയങ്കര പ്രശ്നം. കുട്ടികളോട് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വന്നെന്ന് എനിക്ക് മനസ്സിലാവില്ല, നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഞാൻ ഇത് ചെയ്തു. മക്കൾക്ക് അവർക്ക് സന്തോഷം അവർക്ക് പിന്നെ മടി വരും. ഞാൻ പേരെക്കുട്ടിനെ വിളിക്കും മോളെ വാ നമുക്ക് എനിക്ക് കാണിച്ചോണ്ടാന്ന് പറയും. കാരണം റൈനമേട്ടിന്റെ മകളായിരുന്നു റീനി. അപ്പൊ മോളെ വാ അമ്മമാർക്ക് പഠിപ്പിച്ചോണ്ടാണ്. അങ്ങനെ അവളായിരുന്നു അധികം പഠിപ്പിച്ചിരുന്നത്. എനിക്ക് പഠിയാന്നുള്ളത് ഞാൻ ഒരുപാട് കാര്യം. ഇപ്പൊ ഞാൻ ഇന്ന് നമ്മൾ ഈ വീട്ടിലായിരുന്ന ഐഡിയ എടുക്കണം, അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യണം. സൂമിൽ ദിവസം എത്ര പ്രാവശ്യം നമുക്ക് ഒരു 4-5 വട്ടം നമുക്ക് സൂമിലൂടെ നമുക്ക് സംസാരിക്കാനും മീറ്റിംഗ് കൂടെ ഉണ്ടാവും അല്ലേ. ഇപ്പൊ ഒന്ന് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇന്ന് ഞാൻ ഇൻവോൾവ് ആയി എല്ലാത്തിനും മുന്നിട്ട് ഇതിലേക്ക് ഇറങ്ങി ചെയ്യാൻ പറ്റും. അപ്പൊ അച്ചീവ്മെന്റ് പറയുകയാണെങ്കിൽ ഒരുപാട് അച്ചീവ്മെന്റ് തുടക്കമാണ് പറഞ്ഞത്. അച്ചീവ്മെന്റ് പറയാന്ന് വെച്ചെങ്കിൽ അത് പിന്നെ ഞാൻ സ്കൂട്ടർ എന്താ പറയാ, സ്കൂട്ടർ ഹസ്ബൻഡ് പറഞ്ഞാൽ എനിക്ക് സ്കൂട്ടർ വാങ്ങാൻ പറഞ്ഞാൽ വാങ്ങാം. പക്ഷെ വാങ്ങാന്ന് വെച്ചാൽ നല്ലത് വാങ്ങിയാൽ മതി. എനിക്ക് ഇലക്ട്രോണിക്കിന്റെ പിന്നെ സ്കൂട്ടർ ആയിക്കോട്ടെ വാങ്ങാം, നമുക്ക് കുഴപ്പമില്ലല്ലോ. ഇന്ന് 2 ദിവസത്തിന്റെ സ്കൂട്ടർ ഞാൻ ഹസ്ബൻഡിന് വാങ്ങിക്കൊടുത്തു. അതുപോലെ തന്നെ 4 വീല് വാങ്ങി. അതുപോലെ തന്നെ വീടില്, കാരണം എല്ലാം ഹസ്ബൻഡ് എൻ്റെ വീട്ടിൽ വീട് ഉണ്ടാക്കിയത്. പക്ഷെ വീണ്ടും നമുക്ക് വീട് ഉണ്ടാക്കി വീടിന്റെ കാര്യങ്ങൾ സൗകര്യങ്ങൾ വാങ്ങി തോന്നില്ല. ഏതൊരു ലേഡീസിന് പറ്റിയിട്ടുണ്ടാവും. ഹസ്ബൻഡുമായി പറയുമ്പോൾ ഹസ്ബൻഡ് അവിടെ നിൽക്കുക ഇപ്പോൾ താൽക്കാലികമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളല്ല പണം നിൽക്കെന്ന് പറയുന്ന ഒരു വ്യക്തികളായിരിക്കണം. കാരണം എന്തുകൊണ്ടെന്ന് പറയാൻ വേറെ ഉള്ളതിന് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ അതിന്റെ കൂടെ പോയി നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ നിർത്തിയതായിരുന്നു. അടുക്കള ആ സൗകര്യം പോകണം, ഈ സൗകര്യം പോകണം, ഞാൻ അങ്ങനെ പറയുമ്പോൾ ഓക്കെ. അപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ അടുക്കള ഇതേപോലെ തന്നെ ഒരു 12 ലക്ഷത്തിന് അധികം ആയിട്ടുണ്ട് വരുമാനം ചെലവാക്കിക്കൊണ്ട് നല്ലൊരു അടുക്കളയും അതുപോലെ തന്നെ അതിന്റെ റൂമുകളിലൊക്കെ അലമാരകളൊക്കെ ഉണ്ടാക്കി. നമുക്ക് സൗകര്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ അടുക്കളയിൽ ഇങ്ങനെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഇലക്ട്രോണിക്കിന്റെ കാര്യങ്ങളൊക്കെ അടുപ്പൊക്കെ എല്ലായിടത്തും ഇപ്പൊ ഉണ്ട്. പക്ഷെ എനിക്കത് അത്ഭുതമായിരുന്നു, എനിക്ക് വെക്കാൻ പറ്റും. നമ്മള് എന്താ പറയാ, അടുപ്പും അതിനുള്ള സ്വിമ്മിംഗ് പൂളും അതുപോലെ തന്നെ വാഷിംഗ് മെഷീനും എല്ലാം ഞാൻ വാങ്ങിച്ചു വെച്ചു. വാഷിംഗ് മെഷീൻ ആദ്യം ഉണ്ടായിരുന്നു, അത് വേറെ നല്ലതായിക്കൊണ്ടാണ് വാഷിംഗ് മെഷീൻ അടക്കം എല്ലാ കാര്യങ്ങളും വാങ്ങിക്കൊണ്ടാണ്. അതന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഗോൾഡ് വാങ്ങിയിട്ടുണ്ട്. ഒരു 7 പവനത്തിലേറെ ഞാൻ ഗോൾഡ് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. വേറൊരു സാധനം കൂടെ ഉണ്ട്. ചെറുപ്പം മുതലേ ഒരു ജോലി ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിനുവേണ്ടി എന്തോ ഒരു സാധനം അടുക്കളയിൽ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ, അതെന്താണ്? അടുക്കളയിൽ എപ്പോഴും വേഗം പിന്നെ അടുക്കള ഭാഗത്ത് പിന്നെ ചെയ്ത് കണ്ടാണ് ഞാൻ കുട്ടികളെ നോക്കി അസവർക്കുള്ള സമയത്തും എന്താ സമയത്തും നോക്കണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് അടുക്കള അന്നാണ് പ്രത്യേക താല്പര്യം കൂടെ ഉണ്ടായിരുന്നു. കാരണം അതിന്റെ അടുക്കളത്തെ പണി എപ്പോഴും അതിന് കഴിഞ്ഞു പോകില്ല അല്ലേ. ആ കഴിഞ്ഞു പോകാൻ ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പൊ ഈ പാത്രം കഴുകുന്ന മെഷീന് എനിക്ക് പിന്നെ ഉണ്ട്, നമ്മൾ അത് വാങ്ങാനുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം അതാണ് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത്, ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. അതുപോലെ എനിക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പോ ഒരു സാധാരണ ലെവലിൽ നിന്നും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ശരിക്കും നമുക്കൊക്കെ ശരിക്കും ഒരു പ്രചോദനമാണ്. ഞാൻ എപ്പോഴും നമ്മുടെ ടീമിലെ ആളുകളോടൊക്കെ പറയാറുണ്ട്, ജീവിതത്തിൽ വിജയിക്കുകയാണെങ്കിൽ മനുഷ്യന് വേണ്ടത് ആറ്റിറ്റ്യൂഡാണ്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഖദീജ മാഡം എന്ന് പറയുന്നത്. കാരണം എന്തെങ്കിലും ഒരു ടീമിൽ നിന്ന് ഒരു ടൂറോ കാര്യങ്ങളോ എന്ത് പ്ലാൻ ചെയ്യുകയാണെങ്കിലും ഖദീജ മാഡത്തിന്റെ പേരുണ്ടാവും ആദ്യം. ഖദീജ മാഡം ഈ ഒരു അവസരത്തിലൂടെ എനിക്ക് തോന്നുന്നത് വിദേശ ട്രിപ്പുകളൊക്കെ പോയിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയ എക്സ്പീരിയൻസും അതുപോലെ ഒരുപാട് ലേഡീസ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. പല ആളുകളും ഇന്ന് ഈ മീറ്റിംഗിൽ വരെ ക്യാമറ ഓൺ ആക്കാതിരിക്കുന്നുണ്ട്. അവരൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും കുട്ടികളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ വിദേശ ട്രിപ്പുകളും അവർക്കൊരു ചെറിയ ഒരു ഉപദേശം കൂടെ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം പ്ലീസ്. ഓക്കെ വിദേശ ട്രിപ്പുകൾ പറയാൻ എനിക്ക് പുറത്തേക്ക് ഡോക്ടർ പറഞ്ഞു പുറത്തേക്കൊന്നും പോകണ്ട, കൈ ചുമര് പിടിച്ച് പോയിക്കോട്ടെ, ബാലൻസ് തെറ്റി പോകും. ബാലൻസ് തെറ്റില്ല എനിക്ക്. അപ്പൊ നടക്കാനൊക്കെ പ്രയാസം കഴിഞ്ഞു.